നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞു. ഇനി ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ഒളിമ്പിക്സിലേക്കാണ്. ഒളിമ്പിക് മത്സരങ്ങൾ നമ്മുടെ തൊട്ട് മുന്നിലെത്തിക്കഴിഞ്ഞു. 26-നാണ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനമെങ്കിലും ഫുട്ബോൾ മത്സരങ്ങൾ 2 ദിവസങ്ങൾ മുമ്പേ തുടങ്ങും. 24-ാം തീയതി, ജൂലൈ 24-ാം തീയതി ബുധനാഴ്ചയാണ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളത്. ജൂലൈ 24-ന് ബുധനാഴ്ച ഇന്ത്യൻ സമയമാണ്, കളിയുടെ ഇന്ത്യൻ സമയമാണ് പറയുന്നത്. വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന് പാക്ഡസ് പ്രിൻസസിൽ ഉസ്ബെക്കിസ്ഥാനും സ്പെയിനും തമ്മിൽ കളിക്കുന്നു. അതുപോലെ അതേ സമയത്ത് തന്നെ അർജന്റീനയും മൊറോക്കോയും തമ്മിൽ ഗ്രൂപ്പ് ബിയിൽ ഏറ്റുമുട്ടുന്നു. ഈജിപ്തും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം അന്ന് 8:30-നാണ് നടക്കുന്നത്. അത് ഗ്രൂപ്പ് സിയിലെ പോരാട്ടമാണ്. ഗ്രൂപ്പ് എയിൽ ഗിനിയയും ന്യൂസിലാൻഡും തമ്മിൽ 8:30-ന് അന്നത്തെ ദിവസം തന്നെ കളി നടക്കുന്നു. അന്നത്തെ ദിവസം 10:30-ന് ജപ്പാനും പരാഗ്വേയും തമ്മിൽ ബോഡക് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു. ഗ്രൂപ്പ് ഡിയിലെ പോരാട്ടമാണത്. ദെൻ അതേ സമയത്ത് തന്നെ ഇറാഖും യുക്രൈനും തമ്മിൽ ലിയോൺ സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് ബിയിൽ ഏറ്റുമുട്ടുന്നു. ഇതാണ് ആദ്യ ദിവസത്തെ ഫുട്ബോൾ മത്സരങ്ങൾ. നിരവധി മത്സരങ്ങളുണ്ട് എന്നർത്ഥം. പിന്നെ 25-ാം തീയതി കളിയുണ്ട്. പുരുഷ വിഭാഗത്തിൽ വൈകിട്ട് അന്നത്തെ ദിവസം ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമുക്കത് 25-ാം തീയതി ആണെങ്കിലും ഫ്രാൻസിലത് 24 തന്നെ ആയിരിക്കും. 12:30, 25-ന് പുലർച്ചെ 12:30-ന് 2 കളികൾ എന്നുണ്ട്. മാലിയും ഇസ്രയേലും അതുപോലെ ഫ്രാൻസും USA-യും തമ്മിൽ കളിയുണ്ട്. അപ്പോൾ ആദ്യ ദിവസം തന്നെ പെരുങ്കളിയാട്ടമാണ്. അർജന്റീന ഇറങ്ങുന്നു, ഫ്രാൻസ് ഇറങ്ങുന്നു, സ്പെയിൻ ഇറങ്ങുന്നു. അങ്ങനെ വമ്പൻ പോരാട്ടങ്ങളുടെ ദിനമാണ് എന്നർത്ഥം. 25-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 8:30-ന് സ്പെയിനും ജപ്പാനും തമ്മിൽ വിമൻസ് ഫുട്ബോൾ ഉണ്ട്. ഗ്രൂപ്പ് സിയിൽ വിമൻസ് ഫുട്ബോളിൽ കാനഡയും ന്യൂസിലാൻഡും തമ്മിൽ അതേ സമയത്ത് തന്നെ കളിക്കുന്നു. അന്ന് 10:30-ന് വിമൻസ് ഫുട്ബോളിൽ നൈജീരിയയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ജർമ്മനിയും ഓസ്ട്രേലിയയും അതേ സമയത്ത് തന്നെ വിമൻസ് ഫുട്ബോളിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രസീലിൻ്റെ മെൻസ് ടീം ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടില്ല. അതേസമയം വിമൻസ് ടീം കളിക്കുന്നുമുണ്ട്. അങ്ങനെ മത്സരങ്ങൾ പിന്നെ 27-ാം തീയതിയിലേക്ക് വരുമ്പോഴാണ് അർജന്റീനയുടെ അടുത്ത മത്സരം വരുന്നത്. എതിരാളികൾ ഇറാഖാണ്. 27-ാം തീയതി ഇന്ത്യൻ സമയം 6:30-നാണ് അർജന്റീന ഇറാഖ് പോരാട്ടം. അന്ന് തന്നെ അതേ സമയത്ത് തന്നെ മെൻസ് ഫുട്ബോളിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെതിരെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിന് കളിക്കുന്നുണ്ട്. അന്ന് 8:30-നാണ് ഉസ്ബെക്കിസ്ഥാനും ഈജിപ്തും തമ്മിലുള്ള കളി. യുക്രൈനും മൊറോക്കോയും തമ്മിൽ ആ സമയത്ത് കളിക്കുന്നു. അന്ന് 10:30-നാണ് ന്യൂസിലാൻഡും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിൽ കളിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലും പരാഗ്വേയും തമ്മിലുള്ള കളിയുമുണ്ട്. പിന്നീട് നമ്മൾ മെൻസ് ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ അർജന്റീനയുടെ അടുത്ത മത്സരം വരുന്നത് ജൂലൈ 30-നാണ്. അവരുടെ എതിരാളികളായിട്ട് വരുന്നത് യുക്രൈനാണ്. ജൂലൈ 30-ന് രാത്രി ഇന്ത്യൻ സമയം 8:30-നാണ് ആ കളി. അന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6:30-ന് സ്പെയിന് ഈജിപ്തിനെതിരെ കളിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാൻസും ന്യൂസിലാൻഡും തമ്മിൽ അന്ന് 10:30-ന് ഏറ്റുമുട്ടുന്നു. അങ്ങനെ വമ്പൻ പോരാട്ടങ്ങൾ നമുക്കായിട്ട് നടക്കുന്നു എന്നർത്ഥം. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ മറ്റ് മത്സരങ്ങൾ പുരോഗമിച്ച് ഒടുവിൽ ആ ഒരു മെഡലിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 10-നാണ്. ഓഗസ്റ്റ് 10-നാണ് വിമൻസ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരം. മെൻസ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരം ഓഗസ്റ്റ് 9-നാണ്. ചുരുക്കി പറഞ്ഞാൽ ജൂലൈ 24-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 10 വരെ ഒളിമ്പിക്സിലെ ഫുട്ബോൾ പെരുങ്കളിയാട്ടമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.